നമസ്കാരം. സ്റ്റാൻഡേർഡ് 6-ലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് NCERT-യുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ജിയോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ലൊക്കേറ്റിംഗ് പ്ലേസസ് ഓൺ ദ എർത്ത്. ഈ ചാപ്റ്ററിലെ 3 പാർട്ടുകളായിട്ടാണുള്ളത്. ദർ ആർ 3 parts in this chapter. First one, what is a map and how do we use it? What are its main components? ഈ പാർട്ടാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നത് what are coordinates, how can latitude and longitude to be used to mark any location on the earth. ഇതിൻ്റെ തേർഡ് പാർട്ട് വരുന്നത് how are local time and standard time related to longitude. ഇങ്ങനെ ഒരു മാപ്പുമായി ബന്ധപ്പെട്ടും മാപ്പിൽ എങ്ങനെയാണ് കറക്റ്റായിട്ടൊരു സ്പോട്ട്, ഒരു പ്ലേസ്, ലൊക്കേഷൻ കറക്റ്റാക്കി സ്പോട്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ചാപ്റ്ററാണ്. സോ വി ക്യാൻ മൂവ് ടു ദ ഫസ്റ്റ് പാർട്ട്. വാട്ട് ഈസ് എ മാപ്പ് and for what purpose we are using that and what are its main components, that we are going to discuss in detail in this part 1. So just look. Imagine that you are visiting a city for the first time. നിങ്ങൾ ആദ്യമായിട്ട് ഒരു നഗരം സന്ദർശിക്കുകയാണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. How would you find the places you want to visit? ആ മഹാനഗരത്തിൽ, ആ വലിയ നഗരത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഓരോ സ്ഥലങ്ങൾ സന്ദർശിക്കുക? അതെങ്ങനെയാണ് നിങ്ങൾ ആ സന്ദർശിക്കാനുള്ള സ്ഥലം നിങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുക? യു മൈറ്റ് ആസ്ക് എ ലോക്കൽ പേഴ്സൺ ഫോർ ഹെൽപ്പ്. സംടൈംസ് യു വിൽ ആസ്ക് എ ഹെൽപ്പ് ഫോർ എ ലോക്കൽ പേഴ്സൺ, ഓർ യു മൈറ്റ് ലുക്ക് അറ്റ് എ മാപ്പ് ഓഫ് ദി സിറ്റി. ഒരുപക്ഷെ നിങ്ങൾ ഒരു ലോക്കലായിട്ടുള്ള ആളുകളുമായിട്ട് സംസാരിച്ചുകൊണ്ട് സ്ഥലം കണ്ടെത്താം. അതല്ലെങ്കിൽ യു മൈറ്റ് ലുക്ക് അറ്റ് എ മാപ്പ് ഓഫ് ദി സിറ്റി. ആ നഗരത്തിൻ്റെ മാപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ സ്ഥലങ്ങൾ, നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങൾ കണ്ടെത്താൻ വേണ്ടി പറ്റും. നൗഡേയ്സ് വി ആർ യൂസിങ് ഗൂഗിൾ മാപ്പ് ഫോർ ദിസ് പർപ്പസ്. സോ വാട്ട് ഈസ് എ മാപ്പ്? എ മാപ്പ് ഈസ് എ റെപ്രസെൻറ്റേഷൻ ഓർ എ ഡ്രോയിങ് ഓഫ് സം ഏരിയ. മാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായി പറയാൻ പറ്റുന്നത് ഇറ്റ് ഈസ് എ റെപ്രസെൻറ്റേഷൻ or a drawing of some area. What are the some area? That means it might be a small area. ചിലപ്പോൾ നമ്മളൊരു ചെറിയ ഏരിയയുടെ മാപ്പായിരിക്കും വരയ്ക്കുന്നത്. ഫോർ എക്സാമ്പിൾ എ വില്ലേജ് ഓർ എ ടൗൺ. സംടൈംസ് ഇറ്റ് മേ ബി എ ബിഗ്ഗർ ഏരിയ, ഫോർ എക്സാമ്പിൾ യുവർ ഡിസ്ട്രിക്റ്റ് ഓർ സ്റ്റേറ്റ്. ആൻഡ് സംടൈംസ് മേ ബി എ വെരി ലാർജ് ഏരിയ, ഫോർ എക്സാമ്പിൾ അവർ കൺട്രി, ദ മാപ്പ് ഓഫ് അവർ കൺട്രി, ഓർ ഈവൻ ദ ഹോൾ വേൾഡ്. So a map is a representation or drawing of some area. Some area means maybe a small area like a village or town, or something more bigger area like our district and state, or a very large area, our country, the map of our country, or the whole world. So a map is a representation or a drawing of place of some area like this one. And what is atlas? An atlas is a book or collection of maps. നമ്മളിങ്ങനെ വരയ്ക്കുന്ന തയ്യാറാക്കി വെച്ചിട്ടുള്ള മാപ്പുകളുടെ ഒരു കളക്ഷനാണ്, ഒരു കൂട്ടത്തിനാണ് നമ്മൾ അറ്റ്ലസ് എന്ന് പറയുന്നത്. An atlas is a book or collection of maps. So what is a map and what is atlas? What are the different kinds of maps? First one, physical map. Second one, political map. Third one, thematic map. What is physical map? What is political map? What is thematic map? That we can discuss in detail. A physical maps which mainly show some natural features such as mountains, oceans and rivers. ഒരു ഫിസിക്കൽ മാപ്പിൽ അവിടുത്തെ ഫിസിക്കൽ ഫീച്ചേഴ്സാണ്, ആ രാജ്യത്തിൻ്റെ ഫിസിക്കൽ ഫീച്ചേഴ്സാണ് ഉണ്ടാകുക. ഫോർ എക്സാമ്പിൾ ലൈക്ക് ദ മൗണ്ടെയിൻസ്, ഓഷ്യൻസ് ആൻഡ് റിവേഴ്സ്. ഇവിടെ കാണിച്ചിരിക്കുന്ന പോലെയുള്ള ഒരു എക്സാമ്പിളാണ് ഈ കൊടുത്തിട്ടുള്ളത്, ഒരു ഫിസിക്കൽ മാപ്പിനുള്ള എക്സാമ്പിൾ. ഇവിടെയുള്ള പ്ലെയിൻസും റിവേഴ്സും അതുപോലെ തന്നെ മൗണ്ടെയിൻസും ഒക്കെ ഇതിനകത്ത് സെപ്പറേറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാകും. ഇതാണ് ദിസ് ഇസ് എ ഫിസിക്കൽ മാപ്പ്. ദെൻ വാട്ട് ഈസ് പൊളിറ്റിക്കൽ മാപ്പ്? Political maps which show details of countries or states, boundaries, cities. ഒരു പൊളിറ്റിക്കൽ മാപ്പിൽ ആ രാജ്യത്തിലെ പ്രത്യേക സംസ്ഥാനങ്ങൾ, അവരുടെ ബൗണ്ടറീസ്, അതുപോലെ അതിലുള്ള പ്രധാനപ്പെട്ട നഗരങ്ങൾ, ഇതൊക്കെ ആയിരിക്കും ഒരു പൊളിറ്റിക്കൽ മാപ്പിൽ
കാണിച്ചിട്ടുണ്ടായിരിക്കുക. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ പൊളിറ്റിക്കൽ മാപ്പ്. ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങൾ അത് അതിൻ്റെ ബൗണ്ടറിയൊക്കെ തിരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ എക്സാക്റ്റ് ബൗണ്ടറിയും ഒക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സോ എ പൊളിറ്റിക്കൽ മാപ്പ് വിച്ച് ഷോ ദ ഡീറ്റെയിൽസ് ഓഫ് കൺട്രീസ് ഓർ സ്റ്റേറ്റ്സ്, boundaries, cities, etc. Then the third one, thematic map. What is thematic maps? Thematic maps are with a specific kind of information. ഒരു സ്പെസിഫിക് പർട്ടിക്കുലർ ഇൻഫർമേഷൻ മാത്രം കാണിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാപ്പുകളാണ് തീമാറ്റിക് മാപ്സ്. ഫോർ എക്സാമ്പിൾ ദിസ് വൺ. സോ ഈ തീമാറ്റിക് മാപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് പോപ്പുലേഷൻ മാപ്പ്. ഇന്ത്യയിലെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ എത്രത്തോളം ജനങ്ങൾ താമസിക്കുന്നുണ്ട്, എത്രത്തോളം ജനസാന്ദ്രതയുണ്ട്, അതിൻ്റെ ഇൻറ്റൻസിറ്റി കാണിക്കുന്ന ഒരു മാപ്പാണ്. ഇത് സ്പെസിഫിക്കലി പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു മാപ്പ് മാത്രമാണ്. സോ ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് തീമാറ്റിക് മാപ്പ്. ഇതുപോലെ ഇന്ത്യയിലെ മേജർ റൈസ് പ്രൊഡ്യൂസിങ് ഏരിയാസ്, മേജർ റൈസ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. അപ്പോൾ അത് ആ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു തീമിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് പ്രിപ്പയർ ചെയ്ത ഒരു മാപ്പാണ് മേജർ വീറ്റ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ പോപ്പുലേഷൻ മാപ്പ്. ഇതൊക്കെയാണ് തീമാറ്റിക് മാപ്പ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദർ ആർ 3 kinds of maps: physical, political and thematic. Then what are the major components of a map? ഒരു മാപ്പിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ ഡിസ്റ്റൻസ്, സെക്കൻഡ് വൺ ഡയറക്ഷൻ, തേർഡ് വൺ സിംബൽസ്. ഒരു മാപ്പിലെ പ്രധാനപ്പെട്ട 3 കമ്പോണൻസ് ആണ് ഡിസ്റ്റൻസ്, ഡയറക്ഷൻ, സിംബൽസ്. ഏത് പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്കൽ മാപ്പും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് കാണാൻ വേണ്ടി കഴിയും. സോ വാട്ട് ഈസ് ഡിസ്റ്റൻസ്? ഡിസ്റ്റൻസ്, ഒരു മാപ്പിനകത്തൊരു ഡിസ്റ്റൻസ് നമുക്ക് കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്കെയിൽ. ആ മാപ്പിൻ്റെ താഴെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടാവും സ്കെയിൽ. വാട്ട് ഈസ് എ മാപ്പ് സ്കെയിൽ? മാപ്പ് സ്കെയിൽ റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ഓർ എ റേഷ്യോ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ഓൺ എ മാപ്പ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഓൺ ദ ഗ്രൗണ്ട്. ഒരു വലിയ മാപ്പിൽ, ഇന്ത്യയുടെ മാപ്പിൽ നമുക്ക് ഓരോ 2 സ്പോട്ടുകൾ രേഖപ്പെടുത്തിയിട്ട് അവിടുന്ന് ഈ 2 സ്പോട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയുണ്ടെന്ന് അറിയണമെങ്കിൽ നമുക്ക് സ്കെയിൽ ഉപയോഗിച്ചാൽ മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, ആ മാപ്പിൻ്റെ താഴെ ഭാഗത്ത് കൂടുതൽ സ്കെയിൽ ചിലപ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും 1 centimeter ഈസ് ഈക്വൽ ടു 5 kilometer. So the distance we want to convert, we want to multiply with 5 kilometer. നമ്മൾ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് എത്ര സെൻറ്റിമീറ്റർ ഉണ്ട് നോക്കും. എന്നിട്ട് ആ ടോട്ടൽ സെൻറ്റിമീറ്ററിന് എത്രയാണോ അതിൻ്റെ കറസ്പോണ്ടിങ് മെഷർ തന്നിട്ടുള്ളത്, ഇപ്പോൾ ഇവിടെ 1 centimeter ഈസ് ഈക്വൽ ടു 5 kilometer നൽകിയിട്ടുണ്ട്. അപ്പോൾ ഒരു 10 centimeter ആണ് ഡിസ്റ്റൻസ് നമുക്ക് 2 പോയിൻ്റ് തമ്മിൽ കിട്ടിയിട്ടില്ലെങ്കിൽ 10 × 5 50 kilometer എന്നുള്ള ആൻസർ രൂപത്തിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഒരു മാപ്പിൽ സ്കെയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാപ്പിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ തമ്മിൽ ഉള്ള ഡിസ്റ്റൻസ് നമുക്ക് അതിൽ നിന്ന് തന്നെ കണ്ടെത്താൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ് സ്കെയിൽ, ഡിസ്റ്റൻസ് കണ്ടെത്തുന്നതിന് വേണ്ടി. ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്തിലെ ഒരു ചെറിയ മാപ്പിൽ നിന്ന് വ്യത്യസ്ത സ്ഥലങ്ങൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്കൊരു ചെറിയ മാപ്പിൽ നിന്ന് എടുക്കാൻ വേണ്ടി പറ്റും. ദാറ്റ് ഈസ് മാപ്പ് സ്കെയിൽ റെഫേഴ്സ് ടു ദ റിലേഷൻഷിപ്പ് ഓർ എ റേഷ്യോ ബിറ്റ്വീൻ ഡിസ്റ്റൻസ് ഓൺ എ മാപ്പ് ആൻഡ് ദ കറസ്പോണ്ടിങ് ഡിസ്റ്റൻസ് ഓൺ ദ ഗ്രൗണ്ട്. അതുപോലെ തന്നെ മാപ്പിലുള്ള ദ സെക്കൻഡ് കമ്പോണൻറ്റ് ഇൻ ദ മാപ്പ്, ദാറ്റ് ഈസ് ഡയറക്ഷൻ. ദർ ആർ മേജർലി 4 ഡയറക്ഷൻ. ഏത് മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൻ്റെ താഴെ ഭാഗത്ത് അല്ലെങ്കിൽ മുകൾ ഭാഗത്തായിട്ട് ഒരു N എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. മുകൾ ഭാഗത്തേക്കായിട്ട് നോർത്തിലേക്കായിക്കൊണ്ട് N എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അതല്ലെങ്കിൽ NWES എന്നുള്ള രൂപത്തിൽ 4 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ടാവും. മേജർലി ദർ ആർ 4 ഡയറക്ഷൻ. ഈ 4 ഡയറക്ഷനെ പ്രത്യേകം പറയുന്ന പേരാണ് കാർഡിനൽ ഡയറക്ഷൻസ്. നോർത്ത്, ഈസ്റ്റ്, സൗത്ത്, വെസ്റ്റ്. ദീസ് ആർ ദ മേജർ 4 ഡയറക്ഷൻസ്. ദിസ് ഈസ് നോൺ ആസ് കാർഡിനൽ ഡയറക്ഷൻസ്. ഇനി ഈ കാർഡിനൽ ഡയറക്ഷൻസിൻ്റെ ഇടയിലായിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നോർത്ത് ഈസ്റ്റ്, സൗത്ത് ഈസ്റ്റ്, സൗത്ത് വെസ്റ്റ്, നോർത്ത് വെസ്റ്റ്. In between the major 4 directions, there are some intermediate directions. They are known as intermediate directions. For example, northeast, southeast, southwest and northwest.
These are known as intermediate directions. The third components, that is symbols. So according to the survey of India, ഓരോ രാജ്യങ്ങളും വ്യത്യസ്ത സിമ്പിളുകളാണ് ഉപയോഗിക്കുക അവരുടെ മാപ്പിൽ. ഡിഫറെൻറ്റ് കൺട്രീസ് ആർ യൂസിങ് ഡിഫറെൻറ്റ് സിമ്പിൾസ്. But as per the survey of India, the government department, as per their suggestions, we are following some symbols. They are like this. For railway line, വ്യത്യസ്ത തരത്തിലുള്ള റെയിൽവേ ലൈനുകളെ മാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, റെയിൽവേ സ്റ്റേഷൻ, വീതി കൂടിയതും വീതി കുറഞ്ഞതുമായൊക്കെയുള്ള റെയിൽവേ ലൈനുകളുണ്ടാകും. അതുപോലെ റെയിൽവേ സ്റ്റേഷന്, അതുപോലെ മെറ്റാൽഡ് റോഡ്, അൺമെറ്റാൽഡ് റോഡ്സ്, അതുപോലെ ഇൻ്റർനാഷണൽ ബൗണ്ടറീസ്, സ്റ്റേറ്റ് ബൗണ്ടറീസ്, ഡിസ്ട്രിക്ട് ബൗണ്ടറീസ്, റിവർ, വെൽ, ടാങ്ക്, കനാൽ, ബ്രിഡ്ജ്, അതുപോലെ ടെമ്പിൾ, ചർച്ച്, മോസ്ക്, ഇതുപോലെ പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ സെറ്റിൽമെൻറ്റ്, ഗ്രേവ് യാർഡ്, ട്രീസ്, ഗ്രാസ്. ഇതിനൊക്കെ വേണ്ടി സർവേ ഓഫ് ഇന്ത്യ സർവേ ഓഫ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സജഷൻ പ്രകാരമുള്ള സിമ്പിൾസാണ് നമ്മൾ ഇന്ത്യയിലെ മാപ്പിലൊക്കെ ഈ സിമ്പിൾസുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. So many symbols are there. Some symbols are shown here. So these are the major components of maps: distance, direction, symbols. In distance, we are using scale to find out the distance between 2 points. Direction, there are majorly 4 directions: north, east, west, south. They are known as cardinal directions. In between these major 4 directions, there are some intermediate like northeast, southeast, southwest, and northwest. They are known as intermediate directions. And as per the suggestion of the survey of India government department, we are using various type of symbols in our map to easily find out the various spots like railway stations, metalled roads and unmetalled roads, and boundaries like international, state, and district, various river, and with the temple, church, mosque, and various post office or police stations, and trees, grass, mountains, airports. These type of various symbols we are using in the map. So in this chapter, we majorly discussed what is a map, what are its major types of maps, the major types of kinds of maps, and what are the major components of maps. Okay, thank you.